വെൽക്കം ടു ഷമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിത് ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൈസ്. ആ റൈസ് ഒന്നോടൊന്ന് സ്റ്റിക്ക് ആവാതെ നോക്കണം. ഞാൻ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി. ഇപ്പോൾ ഈ ഓയിൽ ചേർക്കുന്നതിൻ്റെ പേരിൽ റൈസ് ഒന്നോടൊന്ന് സ്റ്റിക്കാകില്ല. 1 കപ്പ് ബസ്മതി റൈസ് 200 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ 30 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ കുക്കറിൽ അരി വേവിക്കാതിരിക്കുക. ആ കുക്കറിൽ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഇതുപോലൊരു പാനിൽ നമ്മൾ അരി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്റ്റിക്കാകാതെ നല്ലതുപോലെ കിട്ടും. നമുക്ക് റൈസ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം റൈസ് ഇതുപോലൊരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് എഗ്ഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ എഗ്ഗ് ഒരല്പം കൂടുതൽ എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പോൾ ഒരു 4 എഗ്ഗ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി കൂടി, ഒരു പിഞ്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എഗ്ഗ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ ഇനി നമുക്ക് വെജിറ്റബിൾ തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. അതും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. 1 കപ്പ് ബീൻസ്, 1 കപ്പ് ക്യാബേജ്. ഇത്രയും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾ കുക്കായി വരുന്ന അത്രയും ടൈം കൊടുക്കണം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വെജിറ്റബിൾ അത്രയും കുക്കായി വരും. ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രം കുറച്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റൈസ് വേവിച്ചപ്പോഴൊക്കെ അതിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ വെജിറ്റബിൾസിന് മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിളൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എഗ് ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റാണ്. 1 ടീസ്പൂൺ സോയാ സോസ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി റൈസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.